നമസ്കാരം. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനോട് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദുവിന്റെയും പിണറായി സർക്കാരിന്റെയും ഒരു തരം താണ രാഷ്ട്രീയ കളിയും നടക്കില്ല. കോടതി ഉത്തരവുകളുടെ പിൻബലത്തോടെ ഗവർണർ ശക്തമായ തന്റെ നിലപാടുകളുമായി മുന്നോട്ട് പോവുക തന്നെ ചെയ്യും. പുറത്താക്കൽ നടപടിയുടെ ഭാഗമായി ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ സംസ്ഥാനത്തെ 4 സർവകലാശാലകളിലെ വിസിമാരിൽ നിന്ന് വിശദീകരണം തേടുന്നതും ഈ സാഹചര്യത്തിലാണ്. ഹൈക്കോടതിയുടെ നിർദ്ദേശത്തെ തുടർന്നാണ് ഗവർണർ വിസിമാരിൽ നിന്ന് വിശദീകരണം തേടുന്നത്. നിയമ ലംഘനങ്ങൾക്ക് താൻ ഒരിക്കലും കൂട്ടുനിൽക്കില്ലെന്ന മുന്നറിയിപ്പ് കൂടിയാണ് വിസിമാരുടെ നിയമന വിഷയത്തിൽ ഗവർണർ ഈ വഴി നൽകുന്നത്. കാലിക്കറ്റ് സംസ്കൃത ഡിജിറ്റൽ ഓപ്പൺ സർവകലാശാല വിസിമാരോടാണ് രാജ്ഭവനിൽ ഹാജരാകാൻ ഗവർണർ നിർദ്ദേശിച്ചിട്ടുള്ളത്. സംസ്കൃത വിസി അസൗകര്യം അറിയിച്ചിരുന്നെങ്കിലും ഓൺലൈൻ വഴി ഹാജരാകാൻ ഗവർണർ നിർദ്ദേശിക്കുകയായിരുന്നു. കോടതി നിർദ്ദേശിച്ചിരിക്കുന്ന പ്രകാരം ഹിയറിംഗിന് ഹാജരാകാതിരിക്കുകയോ വിശദീകരണം ഗവർണർക്ക് തൃപ്തിപ്പെടാതിരിക്കുകയോ ചെയ്താൽ കാലിക്കറ്റ് സംസ്കൃത ഡിജിറ്റൽ ഓപ്പൺ സർവകലാശാല വിസിമാർ തങ്ങളുടെ കസേരകളിൽ നിന്ന് തെറിക്കും. തനിക്കെതിരെ PFI തീവ്രവാദികളെ കൂട്ടി SFI നടത്തുന്ന ഗവർണർ വിരുദ്ധ പ്രതിഷേധങ്ങൾ ഒരു വശത്ത്, സത്യപ്രതിജ്ഞ ചെയ്ത അധികാര കസേരയിലിരിക്കുന്ന ഒരു മന്ത്രി മുന്നിൽ നിന്ന് യൂണിവേഴ്സിറ്റിയുടെ ഭരണ സംവിധാനങ്ങൾ രാഷ്ട്രീയ ലാക്കോടെ അട്ടിമറിക്കാൻ നടത്തുന്ന ശ്രമങ്ങൾ മറുവശത്ത്. കേരളത്തിൽ ഇടതുപക്ഷത്തിന്റെ തെറ്റായ ചെയ്തികൾക്കെതിരെ ശബ്ദിക്കുന്നവരെയെല്ലാം ഒറ്റപ്പെടുത്താൻ നടത്തുന്ന ശ്രമങ്ങൾ ഉൾപ്പെടെയുള്ളവ ഗവർണറുടെ കണക്ക് പുസ്തകത്തിലുണ്ട്. അതുകൊണ്ട് തന്നെ ആർ ബിന്ദു മാത്രമല്ല, പിണറായി വിജയൻ പോലും ഞെട്ടുന്ന നടപടികളായിരിക്കും ഗവർണറുടെ ഭാഗത്ത് നിന്ന് ഇനി ഉണ്ടാവുക എന്നതും ഉറപ്പാണ്. പിണറായിയുടെയും മാർക്സിസം എന്തെന്ന് അറിയാത്ത കുട്ടി സഖാക്കളുടെയും സൈബർ പോരാളികളായ അടിമ തൊഴിലാളികളുടെയും ഭാഷയിൽ സംസ്ഥാന ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ സമനില തെറ്റിയവരുടെ കൂട്ടത്തിലാണ്. അങ്ങനെ തുടർച്ചയായി വിളിച്ചാൽ കേൾക്കുന്നവരും അത് വിശ്വസിച്ചു പോകുമെന്നാണ് അവരുടെയൊക്കെ ചിന്താഗതി. ഇങ്ങനെ പറഞ്ഞ് സമനില തെറ്റിയവരെ പിന്നീട് സഖാക്കൾ കൈകാര്യം ചെയ്യുന്നതാണ് പതിവ് ശൈലി. ഇത് ഏശാതെ പോയത് ഗവർണറോട് മാത്രവും ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനോട് മാത്രം അവരുടെ ഭാഷയിലെ കുലംകുത്തികളുടെ പണി നടന്നില്ല. SFIക്കാർ കരിങ്കൊടി കാണിച്ചപ്പോൾ വണ്ടിയുടെ ഡോർ തുറന്ന് പുറത്തിറങ്ങി വെല്ലുവിളിക്കുകയായിരുന്നു ആരിഫ് മുഹമ്മദ് ഖാൻ. ആരിഫ് മുഹമ്മദ് ഖാന് സമനില തെറ്റിയെന്ന് സഖാക്കൾ തുടർന്നാണ് പറയാൻ തുടങ്ങിയത്. ഇത് ആദ്യം പറഞ്ഞത് മുഖ്യമന്ത്രി പിണറായി ആയിരുന്നു. പിന്നാലെ കൂലി സഖാക്കളും പറയാൻ തുടങ്ങി. സത്യത്തിൽ അതുകൊണ്ടൊക്കെ പിണറായിയും സർക്കാരും മന്ത്രി ആർ ബിന്ദുവുമൊക്കെ എന്താണ് നേടിയത്? വട്ടപൂജ്യമാണ് ഫലം. ആരിഫ് മുഹമ്മദ് ഖാൻ ഇപ്പോൾ തുടർച്ചയായി കരിങ്കൊടി വീശുന്നവർക്കെതിരെ കാർ നിർത്തി ക്ഷുഭിതനായി ഇറങ്ങിച്ചെല്ലുകയാണ്. പ്രതിഷേധക്കാർ ഉള്ളെടുത്ത മാർച്ച് നടത്തുന്നതും അദ്ദേഹം പതിവാക്കി. അതിന്റെ ഭാഗമായാണ് കോഴിക്കോട് മിഠായി തെരുവിലൂടെ നടന്നതും കൊല്ലത്ത് നടന്നതുമൊക്കെ. തോറ്റു തൊപ്പിയിട്ടത് പിണറായിയാണ്. ആരിഫ് മുഹമ്മദ് ഖാനെ സമനില തെറ്റിയവൻ എന്ന് വിളിച്ചിട്ട് വലിയ പ്രയോജനമൊന്നുമില്ലെന്ന് സഖാക്കൾക്ക് മനസ്സിലായിരിക്കുന്നു. ദീർഘകാലം രാഷ്ട്രീയത്തിൽ ചെറിയ നിലകൾ തൊട്ട് കേന്ദ്ര മന്ത്രിസ്ഥാനം വരെ ഉയർന്ന നേതാവാണ് ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന മനുഷ്യൻ. ഷബാനു കേസിൽ മുസ്ലിം ന്യൂനപക്ഷ പ്രീണനം നടത്തിയ കോൺഗ്രസ് നേതാവ് രാജീവ് ഗാന്ധിയോട് വിയോജിപ്പ് പ്രകടിപ്പിച്ച് കേന്ദ്ര മന്ത്രിസ്ഥാനം രാജിവെച്ചിറങ്ങിയ പാരമ്പര്യമാണ് ആരിഫ് മുഹമ്മദ് ഖാനുള്ളത്. സംസ്ഥാന ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു നിയമങ്ങൾ ലംഘിച്ച് കേരള സർവകലാശാലയുടെ സിൻഡിക്കേറ്റ് യോഗത്തിൽ നിയമവിരുദ്ധമായി അധ്യക്ഷ പദവി വഹിച്ചതോടെ അതിനെതിരെ ഗവർണറും VC മോഹൻ കുന്നുമലും അത് ശരിയല്ലെന്ന് പറഞ്ഞിരുന്നു. മന്ത്രി ആർ ബിന്ദു അധ്യക്ഷത വഹിച്ചത് നിയമ ലംഘനമാണെന്ന് മോഹൻ കുന്നുമൽ തുറന്നടിക്കുകയുമുണ്ടായി. ഇതോടെ ഇപ്പോൾ സിൻഡിക്കേറ്റ് അംഗങ്ങളായ ഇടതുപക്ഷ കൂലിപ്പണിക്കാർ VC മോഹൻ കുന്നുമലിനും സ്ഥിരം പട്ടം ചാർത്തി കൊടുത്തിരിക്കുകയാണ്. ഗവർണർക്ക് പിറകെ സമനില തെറ്റിയവൻ എന്ന പട്ടമാണ് VCക്ക് നൽകിയിരിക്കുന്നത്. പണ്ടൊരു പഴമൊഴിയുണ്ട്, മഞ്ഞക്കണ്ണുകൊണ്ട് നോക്കുന്നതൊക്കെ മഞ്ഞച്ചിരിക്കുമെന്ന്. അതാണിവിടെ സത്യമാകുന്നത്. സമനില തെറ്റിയവൻ കാണുന്നതൊക്കെ സമനില തെറ്റിയവനെ പോലെ തന്നെയായിരിക്കും. നന്ദി.